PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പുവെച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തുമ്പോൾ നമ്മൾ ആരും കാണാതെ പോകാൻ പാടില്ലാത്ത പ്രതിഷേധങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. സംഘപരിവാറിന് അനുകൂലമായി നടപടിയെടുത്തുവെന്നും RSSന് പാദപൂജ ചെയ്തുവെന്നുമുള്ള വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉന്നയിക്കുന്ന കോൺഗ്രസ് പക്ഷേ PM ശ്രീയുമായി ബന്ധപ്പെട്ട് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെയ്തതെന്താന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2022 PM ശ്രീ പദ്ധതി ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. അതേ വർഷം തന്നെ ഒക്ടോബർ 27 കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ PM ശ്രീ പദ്ധതി ഒപ്പുവയ്ക്കപ്പെട്ടു. 2023 ജനുവരി 10 ഛത്തീസ്ഗഡിലും PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചു. അന്നും ഭരിക്കുന്നതാരാ? കോൺഗ്രസ്. ഹിമാചൽ പ്രദേശിൽ അതേ വർഷം ഒപ്പുവെച്ചു. തെലങ്കാനയിൽ ഒപ്പുവെച്ചു. കർണാടകത്തിലേക്ക് വരുമ്പോൾ ഒപ്പുവെച്ചത് BJP ആണെങ്കിലും തൊട്ടടുത്ത വർഷങ്ങളിൽ PM ശ്രീ പദ്ധതി പുതുക്കിയത് കോൺഗ്രസ് ആണ്. പക്ഷെ ഇങ്ങ് കേരളത്തിലേക്ക് വരുമ്പോഴേക്കും ഇവരുടെ വിമർശനങ്ങൾ പിന്നീട് സർക്കാരിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കേരള സർക്കാരിലേക്ക് മാറുന്നതായിട്ട് SFI NEP-യുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ സർക്കാരിനെ അറിയിക്കുകയും സർക്കാർ ഒരിക്കലും സംസ്ഥാന സർക്കാരിന്റെ പാഠ്യപദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തില്ല എന്നും സംഘപരിവാർ അനുകൂല അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കില്ല എന്നും ഉറപ്പു നൽകുമ്പോഴും SSA ഫണ്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളാണ് ഇപ്പോഴും സർക്കാരിനെ ബാധിച്ചിരിക്കുന്നത്. ഈ SSA ഫണ്ട് ഒരു മാനദണ്ഡമല്ലാതിരുന്ന കാലത്താണ് കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുള്ളത്? കോൺഗ്രസിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഡോണ്ട് യു ഫീൽ ദാറ്റ് ഐറണി ബിഹൈൻഡ് കോൺഗ്രസ്?